ആ മനുഷ്യൻ ദയവ് ചെയ്ത് ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് വന്നു പോകുന്നൊരു വീഡിയോ. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഒരു സിനിമയുടെ പേരിൽ ഇത്രയും ഒക്കെ ഒരു മഹാനടനെയും അതുപോലെ തന്നെ അതിൻ്റെ പിന്നിലുള്ള ആൾക്കാരെയൊക്കെ ഇത്രത്തോളമൊക്കെ അപമാനിക്കാനും അവരെ വളഞ്ഞിട്ട് ആക്രമിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങളിതാ ഇപ്പോൾ ഇവിടെ കാണുക. ഇതാരാണെന്ന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇന്നലത്തെ എമ്പുരാൻ ഇറങ്ങിയതിന് ശേഷം പ്രചരിക്കപ്പെടുന്ന ചിത്രമാണ് മോഹൻലാൽ. ഓക്കെ, അദ്ദേഹം ഇസ്ലാമിക വേഷത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇത് AI ജനറേറ്റഡ് ആയിട്ടുള്ള സാധനമാണ്, ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ്. അതായത് ഈ പുള്ളിക്കാരനെ അതാണ് ഒരു ഇസ്ലാം ഇതുമായിട്ട് കണക്റ്റഡ് ആക്കിക്കൊണ്ട് അത് ആ ഒരു പ്രൊപ്പഗണ്ട നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് എമ്പുരാൻ്റെ അകത്ത് അഭിനയിച്ചു എന്നുള്ള രീതിയിലാണ് ഏട്ടനെന്ന് ഇന്നലെ വരെ വിളിച്ചിട്ടുള്ള ലാലേട്ടനെ ഇങ്ങനെ സമൂഹ മധ്യത്തിൽ കൊണ്ട് അപമാനിച്ചുകൊണ്ട് നിർത്തിയിരിക്കുന്നത്. കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം നമ്മുടെ ബിനീഷ് കോടിയുടെ ഒരു പോസ്റ്റാണ്, ഇന്നത്തെ ഇന്ത്യയിൽ ഒരു ബിഗ് ബജറ്റ് പടം സംഘപരിവാർ ഗുജറാത്തിൽ കലാപം നടത്തി രാജ്യം ഭരിക്കുകയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്ന് പച്ചയ്ക്ക് പറയുന്നുണ്ടെങ്കിൽ അതിന് ചില്ലറ ധൈര്യം പോരാ. സിനിമയുടെ അണിയറ പ്രവർത്തകർ അഭിനന്ദനങ്ങൾ. ഇതൊക്കെ ആയിരിക്കണം മേ ബി ഇതിൻ്റെ അകത്തുള്ള കുരുപൊട്ടലുകളുടെ തുടക്കം എന്നെനിക്ക് തോന്നുന്നു. കാരണം ഇത് ഇന്നലെ ബിനീഷ് കോടിയേരിയുടെ വാളിൽ വന്നിട്ടുള്ള പോസ്റ്റാണ്. അതുപോലെ തന്നെ ഈ BJPയെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ ഇടതുപക്ഷത്തിന് നന്നായിട്ട് ഈ സിനിമയ്ക്കകത്തെടുത്തിട്ട് അലക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇവിടെ ആരും അധികം സംസാരിച്ചോ അതിനെക്കുറിച്ച് വിവാദം ഉണ്ടാക്കിയിട്ടോ കേട്ടിട്ടില്ല. ഇവിടുത്തെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വിഷയം അതിനകത്ത് സംസാരിച്ച് വരുന്നുണ്ട്. ഇവിടുത്തെ കേരള രാഷ്ട്രീയത്തിൻ്റെ അകത്തുള്ള ചില പിടിപ്പുകേടുകളെ കുറിച്ച് തുറന്നു കാണിക്കുന്നുണ്ട്. അതെല്ലാം മെയിനായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും സംസാരിക്കുന്നില്ല. ഇനി അടുത്തത്, എടാ രാജപ്പ, ഗോദ്രയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന് തനിയെ തീ പിടിച്ചതല്ല, തൊപ്പിയിട്ട ടീം തീയിട്ടതാണ്, അതിൽ വെന്ത് മരിച്ചത് ഞങ്ങളുടെ സഹോദരങ്ങളും. മനസ്സിലാവുന്നുണ്ടോ? അതായത് അതിനകത്ത് പൃഥ്വിരാജിൻ്റെ തലയിലും ഒരു തൊപ്പി വെച്ച് കൊടുത്തു. അതായത് പിന്നെ വിളികളെന്ന് എല്ലാം സുഡാപ്പി മറ്റത് മറിച്ചെന്നൊക്കെയാണ്. ഓക്കെ, അൽ സുഡുവിൻ്റെ ആടുജീവിതം തുടങ്ങുന്നത് ഹലാൽ ഫ്ലാറ്റിൻ്റെ പരസ്യത്തിലൂടെയാണ്. പിന്നെ സിനിമയിൽ ഉയർന്നു വരാൻ ഒരേ സമയം മട്ടാഞ്ചേരി മാഫിയയും ഏട്ടൻ്റെയും ഒപ്പം നടന്നു. അവരുടെ കൂടെയാണെന്ന് എപ്പോഴും തോന്നിപ്പിച്ചു. പിന്നെ ജിഹാദി ഫണ്ടിറക്കി ചെയ്തതെന്ന് സംശയിക്കപ്പെടുന്ന നിരവധി സിനിമകളുടെ ഭാഗമായി രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയെ വരെ പരിഹസിക്കുന്ന ജനഗണമന പോലുള്ള സിനിമകൾ ചെയ്ത് സുഡാപ്പികളെ നിരന്തരം സന്തോഷിപ്പിച്ചു. ഹിന്ദുക്കളെ കൂട്ടക്കളി ചെയ്ത വാര്യൻ കുന്നനായി അവതരിക്കാൻ ഇടയ്ക്ക് ഇറങ്ങി തിരിച്ചെങ്കിലും നല്ലൊരു കച്ചവടക്കാരൻ കൂടിയായ അൽ സുഡു എന്ന് വിളിക്കുന്ന പൃഥ്വിരാജിനെ തൻ്റെ മറ്റ് സിനിമാ പ്രോജക്റ്റുകൾക്ക് ഇത് തിരിച്ചടിയാകുമെന്ന് കണ്ട് പിന്മാറി. എങ്കിലും ഇടയ്ക്കിടെ സുഡാപ്പി സിനിമാക്കാർക്ക് വേണ്ടി മറ്റ് സിനിമകൾ സഹകരിച്ചു. ലക്ഷദ്വീപിൽ കാവ്യ പെയിന്റ് അടിച്ചതിന് കരഞ്ഞു. മുനമ്പത്ത് വഖഫുകാർ തെരുവിലിറക്കിയത് കാരണം പെയിന്റ് അടിക്കാൻ വീട് പോലും ഇല്ലാതായിപ്പോയ പാവങ്ങളെ കണ്ടില്ലെന്നടിച്ച് മൗനത്തിലൂടെ സുഡാപ്പികളെ പിന്തുണച്ചു. ബാലിബൻ ഉൾപ്പെടെ ഏട്ടന്റെ സിനിമകൾ പൊട്ടിയപ്പോൾ എമ്പുരാന്റെ കഥയൊന്ന് തിരുത്തി. ഗോദ്ര മറച്ചുവെച്ച് ഗുജറാത്ത് കലാപവും രാഷ്ട്രീയവും കലർത്തി. സുഡുവും കമ്മികളും കൊങ്ങികളും ഏട്ടന്റെ ആരാധകരും സിനിമ കാണാൻ എത്തുമെന്ന് അൽസുഡു പ്രതീക്ഷിക്കുന്നു. ആഗ്രഹം നല്ലതാണ്, പക്ഷെ നിന്റെ തന്തയല്ല എന്റെ തന്ത. മിഷൻ സൗത്ത് ഇന്ത്യക്കാരുടെ ഫണ്ട് വാങ്ങി രാജ്യത്ത് കലാപം സൃഷ്ടിക്കാനും രാജ്യത്തെ വിഭജിക്കാനും ഇറങ്ങിത്തിരിക്കുന്നവർ അന്വേഷണം വരുമ്പോൾ ഇരവാദം മുഴക്കി മോങ്ങരുത്. അതായത് അടുത്തൊരു അന്വേഷണമൊക്കെ ED വരും, NIA സെറ്റപ്പൊക്കെ വരും എന്നുള്ള രീതിയിലേക്കൊക്കെ ആയിരിക്കാം എന്ന് പറഞ്ഞിട്ട് വാര്യൻ കുണ്ടൻ ഇറക്കാൻ പറ്റാത്തതിൻ്റെ എല്ലാ ചുരുക്കും രായപ്പൻ എമ്പുരാനിൽ തീർക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരു കേരള സ്റ്റോറി എന്നുള്ളൊരു സിനിമ പ്രദർശിപ്പിച്ചതും അതുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ സൈഡിൽ നിന്നും അതിനെതിരെ വിമർശനം വന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അന്ന് ആ കേരള സ്റ്റോറി എന്നുള്ള സിനിമയ്ക്കകത്ത് പറയുന്നത് കേരളത്തിൽ നിന്നും പോകുന്ന സ്ത്രീകളെ ലവ് ജിഹാദോ അല്ലെങ്കിൽ മറ്റുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്കോ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ. അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ അകത്ത് അങ്ങനെ വളരെയധികം പ്രചണ്ഡമായിട്ട് അങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ടോ? റിപ്പോർട്ട് ചെയ്യപ്പെട്ട ന്യൂസുകളുടെ വളരെയധികം കാര്യങ്ങൾ ഇവിടെ ഉണ്ടോ? എനിക്കറിയത്തില്ല. അറിയാമെന്നുള്ളവരോട് കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തൊരു കാര്യം, ഈ നമ്മുടെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് എമ്പുരാൻ എന്നുള്ള സിനിമ ഒരു ചിത്രമാണ്, ഒരു സിനിമയാണ്. ആ സിനിമയ്ക്കകത്ത് വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ആ വിമർശനത്തിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ഭാഗത്തിൻ്റെ അകത്ത് വിമർശനം നമുക്ക് ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ അത് തുറന്ന് കാണിക്കപ്പെടരുത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ചിത്രീകരിക്കാനേ പാടില്ലെന്നാണോ? കേന്ദ്ര ഇതുമായി സെൻസർ ബോർഡ് തന്നെയല്ലേ ഈ ഒരു കാര്യങ്ങളെല്ലാം നോക്കി മനസ്സിലാക്കിയിട്ട് അവർക്ക് ഇത് കൊടുക്കുന്നത്, പ്രദർശനാനുമതി കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആരുടെയൊക്കെ പ്രശ്നമാണ്? ഈ പറയുന്ന ആൾക്കാരുടെയൊക്കെ ഇത്രയും കുരി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇതിനകത്തുള്ള കാര്യങ്ങൾ വല്ലതും ഈ സിനിമയ്ക്കകത്തുണ്ടോ? കഴിഞ്ഞിട്ടില്ല. ഇതാണ് നമ്മുടെ ഇതിനകത്ത് പുള്ളിക്കാരന് പൂർണ്ണമായി. ഇനി ഇത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ രാജീവ് ചന്ദ്രശേഖർ നമ്മുടെ BJPയുടെ ഇപ്പോഴത്തെ അധ്യക്ഷനായിട്ട് മാറാൻ പോകുന്ന വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം മോഹൻലാൽ പൃഥ്വിരാജ് ടീം ആശംസകൾ, വരും ദിനങ്ങൾ ഞാനും എമ്പുരാൻ കാണുന്നുണ്ട്, ബെസ്റ്റ് വിഷസ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ രമേശ്, നമ്മുടെ അദ്ദേഹം രമേശ് എന്നല്ലേ അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹവും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ട് പുള്ളിക്കാരൻ്റെ സ്റ്റാൻഡ് പറഞ്ഞിട്ടുള്ളത് ഒരു സിനിമയായിട്ട് തന്നെ കാണണം, ഇതൊരു ക്രിയേറ്റീവ് പാർട്ടാണ്.
ഇതാണ് ഈ ഒരു കാര്യമുണ്ട്. ഇതിനെക്കാട്ടിൽ ഇത്രയും ബ്രൂട്ടലായിട്ടാണ് ഈ നമ്മുടെ ലെഫ്റ്റ് എന്നുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മുരളി ഗോപിയുടെ ആ സിനിമയ്ക്കകത്ത് മുരളി ഗോപി എന്നുള്ളൊരു പച്ചയായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, ആ കമ്മ്യൂണിസ്റ്റുകാരൻ ചെന്ന് നിൽക്കുന്ന നടേശൻ, ആ നടേശൻ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് വരച്ച് കാണിക്കുന്ന ആരെയാണെന്ന് ഇനി പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമല്ലോ ഉണ്ടോ മലയാള സിനിമയ്ക്കകത്തുള്ള ആൾക്കാർക്ക്, മലയാളികളെടുത്ത്? അത്രത്തോളം ഇടതുപക്ഷത്തിന്റെ പ്രഗത്ഭനായിട്ടുള്ള ഈ പിണറായി വിജയനെ തോന്നിപ്പിക്കുന്ന ഒരു കഥാപാത്രത്തിന്റെ മറ്റൊരു തരത്തിലേക്കെങ്കിലും അതിനകത്ത് ചിത്രീകരിച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി വിവാദങ്ങളും സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഓക്കെ, ഒരു സിനിമ അവരുടെ ആശയങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതൊരു സിനിമയ്ക്കകത്ത് ചില കാര്യങ്ങൾ അവിടെ ഇവിടെ വന്നു കണ്ട ഉടനെ തന്നെ അതിനെതിരെ അങ്ങോട്ട് ഗോ ബാക്ക് എന്ന് പറയുക, നമ്മൾ ബഹിഷ്കരണമായിട്ട് മുഴക്കുക. അതുപോലെ ലാലേട്ട എന്ന് വിളിച്ചവർ പിന്നെ ലാലേട്ടനെയും അതുപോലെ തന്നെ പൃഥ്വിരാജിനടക്കം രായപ്പനെന്നും അതുപോലെ തന്നെ എന്തൊക്കെയോ തരത്തിലുള്ള ഫോട്ടോസൊക്കെ, ഭയങ്കര മോശമായിട്ടുള്ള ഫോട്ടോസൊക്കെയാണ് ഇവരെ കുറിച്ച് പ്രചരിക്കുന്നത്. അത് എടുത്ത് കാണിക്കാൻ പറ്റത്തില്ല. സംഘപരിവാറിന്റെ സ്വസ്ഥത എടുത്തി എമ്പുരാൻ. സോഷ്യൽ മീഡിയയിൽ പരിവാർ നേതാക്കളും അണികളും തമ്മിലടി. ഇത് അങ്ങോട്ട് നോക്ക്. ഉത്തരേന്ത്യൻ സിനിമാക്കാർ പ്രൊപ്പഗാണ്ട സിനിമകൾ എടുത്ത് സംഘപരിവാർ മുന്നിലിട്ട് മുട്ടിലെഴുന്ന കാലത്ത് സംഘപരിവാർ മതവർഗീയ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കുന്ന ഒരു സിനിമ എടുക്കാൻ ധൈര്യം കാണിച്ച പൃഥ്വിരാജിനും ആന്റണി പെരുമ്പാവൂരും മതനിരപേക്ഷ കേരളത്തിന്റെ ആശംസകൾ. എന്തിനാ താങ്ക് യു, ലൂസിഫറിന്റെ വില കളഞ്ഞു. വില കുറഞ്ഞ രാഷ്ട്രീയം പറയണമെങ്കിൽ ഫേസ്ബുക്കിൽ എഴുതി പോസ്റ്റ് ഇട്ടാൽ പോരായിരുന്നോ? എന്തിനാണ് ആന്റണിയെയും ലൈക്കയും ഗോകുലത്തിന്റെ കാശ് നശിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ ഇപ്പൊ കുത്തിപ്പൊക്കി വരുന്നതാണ്. അങ്ങോട്ട് കലാപത്തിന് പിന്നിൽ മോഡി എന്നുള്ള രീതിയിലേക്കുള്ള പോസ്റ്റുകൾ. ഇത് ഇപ്പൊ ഇവരെ കുറിച്ച് പ്രചരിക്കുന്ന മറ്റൊരു ചിത്രമാണ്. അതായത് ഇതിനകത്ത് കാവ്യമാധവന്റെ ഫോട്ടോ എടുത്ത് താഴെ വെച്ചേക്കുന്നതെന്ന് അറിയത്തില്ല. എന്നുള്ള രീതി തോന്നിയിരിക്കുന്നത്. അപ്പം മനസ്സിലാക്കാൻ പറ്റില്ല, ഒരു മീമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. മേളിൽ പൃഥ്വിരാജിനെ ഒരു ഓട്ടപ്പല്ലനായിട്ട് പൃഥ്വിരാജിന്റെ ഒരു ചിരിയെ മൊത്തത്തിൽ ചേഞ്ച് ചെയ്തിട്ട് പൃഥ്വിരാജിനെ അപമാനിക്കുക സാമൂഹിക മാധ്യമങ്ങളുടെ. അതുപോലെ തന്നെ ലാലേട്ടൻ ബ്രോഡാഡിയുടെ ക്യാരക്ടറിൻ്റെ അകത്ത് നിൽക്കുന്ന സംഭവത്തിനകത്ത് എന്തോ കാണിക്കുന്ന സാധനത്തിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. മൊത്തത്തിൽ ഇവർക്കെതിരെ ഒരു അപമാന ശരവർഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ബുള്ളിങ് കേൾക്കുന്നത്. ഇത് ലാലേട്ടൻ്റെ തന്നെ ഒരു ഫോട്ടോയെ ഇത് ഉള്ളതാണോ റിയൽ ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ അതൊക്കെ ഇത് പഴയ സിനിമകളിലെല്ലാം ഉള്ളതാണോ അതോ ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു സാധനം മീമ് പോലെ അടിച്ചിറക്കിയതാണോ ഒന്നും അറിയത്തില്ല. അടിപൊളിയായിട്ടുണ്ട്. ഇനി കുറച്ച് വിശദമായിട്ടുള്ള കുറച്ച് ന്യൂസുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വായിക്കാം. ഇടത് സംഘപരിവാർ അനുകൂലികൾ അറിയാൻ എമ്പുരാൻ കണ്ടു. എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ആദ്യം പറയുന്നത് സംഘപരിവാർ അനുകൂലികളോടാണ്. ശരിയാണ്, ഈ സിനിമയിൽ പക്ഷപാതം കാണിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ പേര് എഴുതി കാണിക്കുമ്പോൾ അവിടെ ഇവിടെ ആയി മാത്രമാണ് ട്രെയിൻ തീയിട്ട് സന്യാസിമാർ വെന്ത് മരിക്കുന്ന ചില സ്റ്റിൽസ് മാത്രം കാണിക്കും. എന്നാൽ പിന്നീടുള്ള സ്റ്റോറി മുന്നോട്ട് പോകുന്നത് ഗുജറാത്ത് കലാപത്തിന്റെ മുസ്ലിംസ് വേട്ടയാടപ്പെടുന്നത്, ക്ലൈമാക്സ് തിരിച്ചവർ പ്രതികാരം ചെയ്ത് ഹീറോ ആകുന്നതുമാണ്. ഇത് പക്ഷപാതം തന്നെയാണ്. ഇനി ഞാൻ ഈ സ്റ്റോറിയുടെ ഡെപ്തിലേക്ക് പോയപ്പോൾ തോന്നിയ ചില ഇൻഡ്യൂഷൻസ് പറയാം. ഇത് L2 സയ്യിദ് മസൂദ് എങ്ങനെ അനാഥനായി എന്ന സ്റ്റോറിയാണ്. യെസ്, ഇത് ഇങ്ങനെ പറയാൻ സാധിക്കൂ. ബട്ട് L3 സ്റ്റീവൻ എങ്ങനെ അനാഥനായി എന്ന സ്റ്റോറി ആയിരിക്കും. ഒരുപക്ഷെ അന്ന് മുസ്ലിം തീവ്രവാദികൾ തീയിട്ട ട്രെയിനിൽ വെന്തു മരിച്ച ഒരു കുടുംബത്തിൽ ഒരു കുട്ടി ആയിരുന്നേക്കാം അപ്പോൾ നാം കാണുന്ന അച്ഛൻ ആരെന്നറിയാത്ത അനാഥനായ സ്റ്റീവൻ നെടുമ്പള്ളി. സത്യത്തിൽ ഇവിടെ വേട്ടയാടപ്പെടുന്നത് ഹിന്ദുവോ മുസ്ലിമോ അല്ല, മനുഷ്യനാണ്. ഇവിടെ പണത്തിനും അധികാരത്തിനും വേണ്ടിയുള്ള യുദ്ധത്തിന്റെ വെറും ആയുധങ്ങൾ മാത്രമാണ് മതങ്ങൾ. അതുകൊണ്ട് നമ്മളെ വേർതിരിച്ച് നിർത്തേണ്ടത് അവരുടെ ആവശ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ചിന്തകളെ, നമ്മുടെ ബുദ്ധിയെ പോലും നിയന്ത്രിക്കുന്നത് മറ്റാരൊക്കെയോ ആണ് എന്ന ഇത്രയും വിശാലമായ രീതിയിലായിരിക്കും L3 എൻഡിങ്. ഓക്കെ, ഇനി അടുത്തറിയാൻ മുകളിൽ കുറച്ച് മുൻപ് മതത്തെ അവർ ആയുധമായി ഉപയോഗിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അവർക്ക് ഈ അടുത്ത് മറ്റൊരു ആയുധം കിട്ടിയിട്ടുണ്ട്. അതാണ് ഈ കാണുന്ന ഇടത്. അതുകൊണ്ട് പാർട്ടി രാഷ്ട്രീയത്തിൻ്റെയോ മതത്തിൻ്റെ അടിമകളാകാതിരുന്നാൽ മാത്രമേ നമ്മുടെ തലച്ചോറ് നമുക്കായി സത്യങ്ങൾ മാറ്റി വയ്ക്കാൻ പറ്റുള്ളൂ. ഞാനൊരു കാര്യം പറയാം. ഇതിനകത്ത് രാഷ്ട്രീയങ്ങൾ തുറന്നു കാട്ടപ്പെടുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകുന്നുവെങ്കിൽ നമ്മൾ അന്ധമായ രാഷ്ട്രീയത്തിൻ്റെ ആൾക്കാരാണ്. ഇപ്പം ഇടതുപക്ഷത്തിനായിക്കോട്ടെ, കോൺഗ്രസിനെ ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ഇവരെയും ശരിക്കും പറഞ്ഞാൽ വിമർശിച്ചാലല്ലേ അവരുടെ അകത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ, ഏതൊരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും. പക്ഷേ സിനിമയുടെ ഒരു കാര്യം വന്നപ്പോൾ മാത്രം ഇത്രത്തോളം കുരു പൊട്ടി ഒലിച്ച് ഇറങ്ങേണ്ട കാര്യം ഉണ്ടോ എന്നുള്ള കാര്യം കൂടെ ചിന്തിക്കും. ശശികല ടീച്ചർ 23 മണിക്കൂറിന് മുമ്പിട്ട പോസ്റ്റ് ഇതാണ്. ഇതിനും വലിയ വെള്ളിയാഴ്ചയും വലിയ പെരുന്നാളും ഒന്നിച്ച് വന്നിട്ടുണ്ട്. ഗോദ്ര എന്താണ് എന്ന് ഗുജറാത്തുകാർക്ക് നന്നായിട്ട് അറിയാം. ഹിന്ദുത്വ എന്താണെന്നും അവർക്കറിയാം. ഏത് ഭാര്യൻ കുന്നൻ ചാടിയാലും ചട്ടിയോളം, അത്ര തന്നെ. സുഡാപ്പികൾ എന്തായാലും BJPക്ക് വോട്ട് ചെയ്യില്ല. ചെയ്യുന്നവരെയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും ഇവരെയും മാറ്റിക്കാൻ ഭാര്യൻ കുന്നനല്ല ഓൻ്റെ ബാപ്പ വിചാരിച്ചാൽ നടക്കൂല. ഉഷപൂജയും ഉച്ചപൂജയും ഒക്കെ മുറക്കി നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലൂസിഫറിൻ്റെ അഥവാ ചെകുത്താൻ്റെ ഒരു ഫോട്ടോ വച്ചുകൊണ്ടാണ് ഈ ഒരു സംഭവം നിൽക്കുന്നത്. ഭയങ്കരമായിട്ട് അവരുടെ സൈഡിൽ നിന്നുള്ള വിമർശനമാണ് ഈ ഒരു സിനിമയെ കുറിച്ചിട്ടുള്ളത്. ഇനി ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ സൈഡിൽ നിന്നും വരുന്നുണ്ട്. അതാണ് അടുത്തത്. ഓക്കെ, ഒരു സിനിമയുടെ ഡയമെൻഷൻ എത്രത്തോളമൊക്കെ മാറുന്നു എന്നുള്ള കാര്യത്തിൻ്റെ ഏറ്റവും എവിഡൻ്റ് ആണ് എമ്പുരാൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു നന്മയും ഇല്ലാത്ത ചലച്ചിത്രം,
ഓക്കെ, സിനിമ നന്മയുടെ വിളനിലമാകണമെന്നാണ് അദ്ദേഹം ആലോചിക്കുന്നത്. ഒരു നന്മയുമില്ലാത്ത ചലച്ചിത്രം. ഒറ്റ വാക്കാൽ എമ്പുരാന്റെ ഉള്ളടക്കത്തെ ഇങ്ങനെ വിശേഷിപ്പിക്കാം: മലയാള സിനിമയെ കുറെ കാലമായി അടക്കി വാഴുന്ന ലഹരി, ജിഹാദി, സാത്താൻ സേവ മാഫിയയുടെ സ്ഥിരം കമ്മട്ടത്തിൽ നിന്ന് തന്നെയാണ് എമ്പുരാന്റെയും ഉള്ളടക്കം പിറവിയെടുത്തിരിക്കുന്നത്. മലയാള സിനിമയ്ക്കകത്തുള്ള ഈ പറഞ്ഞ ലഹരി, ജിഹാദി, സാത്താൻ സംഭവത്തിൻ്റെ അകത്തു നിന്നാണോ നമ്മുടെ അരവിന്ദനും എന്താ പറയുക നമ്മുടെ ഭരതൻ സാറും അതുപോലെ തന്നെ പത്മരാജനും അതുപോലെ തന്നെ ഹരിഹരനും MDയും ഒക്കെ സിനിമകൾ ഇറക്കിയത്? ഈ ഒരു സാഹചര്യത്തിൻ്റെ അകത്തു നിന്നാണോ സിനിമ ഇറക്കിയത്? എന്തൊക്കെയാണ് മലയാള സിനിമയെക്കുറിച്ച് പറയുന്നത്? പക്ഷേ ഇതിനകത്ത് ചില സ്ഥലങ്ങളിൽ ഈ പറയുന്ന ലഹരിയുടെ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഞാനടക്കം വിമർശിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ലഹരി എന്നുള്ളൊരു കാര്യത്തിനെ ഭയങ്കരമായിട്ട് ഇതായിട്ട് ചെയ്യുന്ന ചില ആൾക്കാർ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് തുറന്നു കാട്ടപ്പെട്ടു ഇടയ്ക്ക്. അതിനുശേഷം അതൊക്കെ അടിയിലേക്ക് പോയി. അതിനകത്തുള്ള വിമർശനം ഞാൻ ഇന്നും നിലനിർത്തുന്നു. അത് ശരിക്കും പറഞ്ഞ ചില മാഫിയകൾ പ്രവർത്തിക്കുന്നത് തന്നെയാണ്. ഞാൻ മൊത്തത്തിൽ ജനറലൈസ് ചെയ്ത് പറയുന്നതിനോടാണ് ഞാൻ എതിർക്കുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. സാത്താൻ സേവ മാഫിയയുടെ സ്ഥിരം കമ്മട്ടത്തിൽ നിന്ന് തന്നെയാണ് എമ്പുരാന്റെ ഉള്ളടക്കം എടുത്തിരിക്കുന്നത്. ലഹരി, സാത്താൻ ബിംബങ്ങൾ എന്നിവ നെഗറ്റീവായി പോലും ഉൾപ്പെടുത്തിയാൽ അത്തരം സിനിമയ്ക്ക് ഫണ്ട് ചെയ്യാൻ ആളുകളുണ്ടെന്ന് ഒരിക്കൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സുഹൃത്ത് പറഞ്ഞു ഓർക്കുന്നു. ലഹരി, സാത്താൻ ബിംബങ്ങൾ എന്നിവ നെഗറ്റീവായി പോലും ഉൾപ്പെടുത്തിയാൽ അത്തരം സിനിമയ്ക്ക് ഫണ്ട് ചെയ്യാൻ അതെന്തൊരു ന്യായമാണ്? ഇപ്പം നെഗറ്റീവ് ഓർ പോസിറ്റീവ്, ദൈവം, സാത്താൻ എന്നൊക്കെ പറയുന്ന സാധനം പോലും മനുഷ്യൻ എഴുതി വെച്ച കാര്യങ്ങളാണ്. അല്ലാതെ പോട്ടെ, ക്രൈസ്തവർ ആരാധിക്കുന്ന വിശുദ്ധ കുരിശ് ദൈവത്തിന്റെ പ്രതീകമാണ്. ആ കുരിശിനെ അവഹേളിക്കുവാൻ സാത്താൻ ആരാധകർ കുരിശിനെ തലകുത്തി നിർത്താറുണ്ട്. എമ്പുരാൻ സിനിമയിൽ ബോംബ് സ്ഫോടനത്തിൽ കത്തിച്ചാമ്പലാകുന്ന വലിയൊരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് കുരിശ് ഒടിഞ്ഞ് തലകുത്തി മണ്ണിൽ നിൽക്കുന്നതായി കാണിക്കുന്നുണ്ട്. ഇതുൾപ്പെടെ സാത്താനെ സന്തോഷിപ്പിക്കുന്ന വിവിധ രംഗങ്ങളാലും ബിംബങ്ങളാലും ഡയലോഗുകളാലും സമൃദ്ധമാണ് എമ്പുരാൻ സിനിമ. ഈ തിന്മയും തമ്മിലുള്ളൊരു യുദ്ധമാണെന്ന് ഇതിനകത്ത് സ്റ്റീഫൻ നെടുമ്പള്ളി തന്നെ പറയുന്നു. നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തമ്മിലാണ്. അത് പക്കാ പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ ഏറ്റവും മോശമെന്ന് പറയുന്ന ഒരു കാര്യമാണ് അതിനകത്ത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ എന്താണ് ഇവർ പറയുന്ന ആരാധിക്കുന്ന കാര്യങ്ങളെയൊക്കെ തിന്മയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാർ അതിനെ നെഗറ്റീവായിട്ട് എടുക്കും. അതത്രേ ഉള്ളൂ. അതിനകത്ത് ഒരു സിനിമയിനകത്ത് ആ നെഗറ്റീവ് കഥാപാത്രങ്ങൾ വിഷ്വലൈസ് ചെയ്ത് ട്രീറ്റ് ചെയ്ത് കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ. അതിനെ നെഗറ്റീവായിട്ട് തന്നെ കണ്ടാൽ മതി. അതിനെ പോസിറ്റീവായിട്ട് അവിടെ ആര് കാണുന്നു? ആ ഒരു കാര്യങ്ങളെ ഇപ്പോൾ ഇതിനകത്ത് ഈ സിനിമ കണ്ടിട്ടുള്ള ക്രിസ്ത്യാനികളുണ്ടാവും. ഇതെല്ലാം കണ്ടിട്ട് അവർക്ക് എല്ലാവർക്കും അങ്ങോട്ട് ഇതായിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ എത്രയോ ഹോളിവുഡ് സിനിമകൾ ഇതൊന്നും അല്ല, ഇങ്ങനെയൊന്നും പറയാനേ പറ്റത്തില്ല, അതിൻ്റെ അപ്പുറത്തേക്ക് കാണിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ ശരീരം ചിന്ന ഭിന്നമാകുന്നതും അരും കൊലകൾക്ക് ഇരയാകുന്നതുമായ ചേരുവകളും ധാരാളം. മാർക്കോ കണ്ട് ചോരക്കൊതി മാറാത്തവർക്ക് എമ്പുരാൻ ഒരു ദൃശ്യവിരുന്ന് തന്നെയായിരിക്കും. ആ സിനിമയ്ക്കകത്ത് ഒരു 25% മാത്രമാണ് ആക്ഷൻ ഉള്ളത്. ഓക്കെ, പിന്നെ തുടക്കത്തിലുള്ള ആ ഒരു ഇൻട്രോ, ചെകുത്താൻ്റെ നാമത്തിൽ തന്നെ പടച്ചുവിടുന്ന ഈ സീരീസിൽ നിന്നും അല്ലെങ്കിൽ തന്നെ എന്ത് നന്മയുണ്ടാകാനാണ്? ഒരു എമ്പുരാൻ ആരാധകൻ പറയുന്നത് കേട്ട് പടം ആവറേജ് ആണെങ്കിലും ഫൈറ്റും ഡയലോഗും സൂപ്പറാണ്. ഈ പറയുന്ന പുള്ളിക്കാരൻ പറഞ്ഞ ചെകുത്താൻ്റെ നാമത്തിൽ പടച്ചുവിടുന്ന ഈ സീരീസിൽ നിന്ന് അല്ലെങ്കിൽ തന്നെ എന്ത് നന്മയുണ്ടാകാനാണെന്ന്. ഈ ഒരുപാട് മറ്റേ പോൺ മൂവീസ് കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. ഈ ലോകത്ത് കോടി ആൾക്കാർ കാണുന്നുണ്ട്. ഈ സാധനത്തിന് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ സംഭവമായിട്ട് കാണാൻ പറ്റും, അതോ ചെകുത്താൻ്റെ സംഭവമായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും? അതെല്ലാം കുത്തിയിരുന്ന നട്ടപ്പാതിരാത്രിക്ക് വെളുപ്പാൻ കാലത്തിന്റെ ആ ഇടവേളകളിലെല്ലാം പോയിട്ട് ആകാശത്തേക്ക് റോക്കറ്റ് വിക്ഷേപിക്കുന്ന ആൾക്കാർ, അതെല്ലാം കാണുന്ന ആൾക്കാർ ചോദിക്കുന്നത് അവരൊക്കെ ശരി ചെകുത്താൻ്റെ ആൾക്കാരാണോ, അനുയായികളാണോ, അതോ ദൈവത്തിന്റെ സൽപുത്രന്മാരാണോ? ഈ ലോകത്ത് ഇന്നേ വരെ ഉണ്ടായിട്ടുള്ള കുരിശുദ്ധങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഇവനെയും കൊന്നൊടുക്കിയതുമായിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും കൂടെ നിൽക്കുന്നത് എല്ലാ മതങ്ങൾക്കും പങ്കില്ലേ? ഇതിനകത്ത് എവിടെയാണ് ചെകുത്താൻ വന്ന് ഡയറക്റ്റായിട്ട് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്? ദൈവത്തിന്റെ തന്നെ എന്താണ് വിശുദ്ധരായിട്ടുള്ള ദൈവത്തിന്റെ കുഞ്ഞാടുകളായിട്ടുള്ള ആൾക്കാർ തന്നെയല്ലേ എത്രയോ തരത്തിലുള്ള യുദ്ധങ്ങൾ നടത്തിയിട്ടുള്ളത്? ദൈവത്തിന്റെ പുത്രന്മാരും ദൈവത്തിന്റെ പിന്മുറക്കാരുമല്ലേ ഇന്നും പൗരോഹിത്യത്തിന്റെ പേരിലും മറ്റും വെട്ടുകയും കുത്തി യുദ്ധങ്ങൾ പ്രഖ്യാപിച്ചും മതരാഷ്ട്രങ്ങൾ തീർക്കുകയും മതത്തിന്റെ മതിലുകളാൽ തീർക്കപ്പെട്ടതിനെ തകർക്കാൻ വേണ്ടിയിട്ട് അണുബോംബ് അടക്കം പൊട്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയും മറ്റൊന്നിനെ പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് ഇതിനെ തച്ച് തകർക്കുകയും ചെയ്യുന്ന അടക്കം സാമ്രാജ്യ ശക്തികളിലേക്ക് ഇതിന്റെ കേന്ദ്രീകരണം വരുത്താൻ വേണ്ടിയിട്ട് മതങ്ങളെ കുത്തി നിറയ്ക്കുകയും അതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് സാധാരണക്കാരെ കൊല്ലുകയും ചെയ്തത്? ഇതിനകത്തൊക്കെ എവിടെ ദൈവം വന്നു, എവിടെ ചെകുത്താൻ വന്നു? ഇതെല്ലാം മനുഷ്യൻ തന്നെ കാണിച്ചു കൂട്ടിയതാണ്. എന്നിട്ട് പേര് ചെകുത്താനെന്നും ദൈവം എന്നുള്ള പേര് ഇതിനകത്ത് ദൈവം പോലും നടന്നിട്ടുണ്ടാവത്തില്ല. പക്ഷെ ദൈവത്തിന്റെ പേരും പറഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളുടെ പൗരോഹിത്യ വൃന്ദം ഇന്നും ഈ സമൂഹത്തിന്റെ അകത്ത് നടത്തുന്ന പരിപാടികൾ എന്താണ്? സത്യം പറഞ്ഞാൽ മതങ്ങളില്ലെങ്കിൽ നശിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന പൗരോഹിത്യം മാത്രമാണ്. മതങ്ങളില്ലെങ്കിൽ ഒരിക്കലും മനുഷ്യൻ നശിക്കാനൊന്നും പോകുന്നില്ല. ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരുടെയും വിശ്വാസ പ്രമാണങ്ങൾ എതിർക്കുകയോ ഒന്നും ചെയ്തില്ല. പക്ഷെ നമ്മുടെ തലച്ചോറ് നമ്മുടേത് മാത്രമായിരിക്കണം. ആരെങ്കിലും പണ്ടുകാലത്ത് എഴുതി വെച്ചതോ ഇന്നത്തെ കാലത്ത് പുതുതായിട്ട് എഴുതി വയ്ക്കപ്പെടുന്നതുമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല നിങ്ങൾ മുന്നോട്ട് നടക്കേണ്ടത്. ഇനി വരുന്ന തലമുറ ഒന്നും ഒരിക്കലും ഇതിന്റെ പുറകെ നടന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിയും കുത്തിയും ചാവാനൊന്നും നടക്കത്തില്ല. അവർക്ക് വേറെ പണിയുണ്ട്. പക്ഷേ ഇന്നും കുത്തി നിറച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കണം,
കാലം മാറി, ജനങ്ങളുടെ ചിന്തകൾ മാറി. അവരാരും ഇന്നും ലോകത്ത് മതങ്ങളില്ലാത്ത രാജ്യങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ ജീവിക്കുന്ന ആൾക്കാർ ഇന്നും ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്. ആ സ്ഥലങ്ങളൊക്കെ നോർവേയും ഫിൻലാൻഡും പോലത്തെ രാജ്യങ്ങളിലൊന്നും മതങ്ങളില്ല. അവിടുത്തെ പള്ളികളും മറ്റുള്ള സ്ഥലങ്ങൾ ആരാധനാലയങ്ങളൊക്കെ വിറ്റിട്ട് ബാറുകളാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ അത് ചെകുത്താന്റെ കളിയാണോ? ഈ ലോകത്തിന്റെ കൂടെ മനസ്സിലാക്കണം. കൂപമണ്ഡൂകം എന്ന് പറയും, അതായത് പൊട്ടക്കിണറ്റിലെ തവളകൾ. ഈ തവളകൾ അതിനകത്ത് തന്നെ കിടക്കുന്നതുകൊണ്ട് മാത്രമാണ് ലോകത്തിലേക്ക് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ആൾക്കാരൊക്കെ വളരെ നോർമലായിട്ട് മാത്രം കാണുന്ന തരത്തിലേക്ക് എത്തി. അല്ലാതെ വളരെ എക്സ്ട്രീമിസ്റ്റഡായിട്ടുള്ള ആൾക്കാരാണ് ഇന്ന് തീവ്രവാദത്തിന്റെ പുറത്ത് നടക്കുന്നത് മതം പറഞ്ഞിട്ട്. ഒരു എമ്പുരാൻ ആരാധകൻ പറയുന്നത് കേട്ടു, പടം ആവറേജ് ആണെങ്കിലും ഫൈറ്റും ഡയലോഗും സൂപ്പറാണെന്ന്. മലയാള സിനിമയെ ദൈവം രക്ഷിക്കട്ടെ. ക്രൈസ്തവർക്ക് ഈ നോമ്പുകാല സാത്താന്റെ പ്രലോഭനത്തിൽ പെട്ടുപോയ മലയാള സിനിമാ പ്രവർത്തകരുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് അർത്ഥപൂർണ്ണമാക്കാം. ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ക്രൈസ്തവനെന്നും മറ്റൊന്നും മറിച്ചല്ല. ഈ അടുത്ത കാലത്താണ് ഒരു സ്ത്രീ തൻ്റെ 2 പെൺകുട്ടികളെയും കൊണ്ട്, ഷൈനി എന്ന് പറയുന്ന ഒരു സ്ത്രീ പെൺകുട്ടികളെയും കൊണ്ട് റെയിൽവേ ട്രാക്കിലേക്ക് കയറി നിന്ന് ആത്മഹത്യ ചെയ്യുന്നത്. ആ കുട്ടികളെയും കൊണ്ടാണ് സൂയിസൈഡ് ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടും നമ്മുടെ ഈ ഒരു പുരോഹിതന്റെ പേര് നാമം മുന്നോട്ട് വന്നിരുന്നു. പല സ്ഥലങ്ങളിലും പല കാര്യങ്ങളിലും നിരന്തരമായിട്ട് പല ഇതിനകത്ത് കയറി വന്നിരുന്നു. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ സാത്താൻ്റെ കളിയാണോ അതോ ദൈവത്തിൻ്റെ കളിയാണോ? ഉറപ്പിച്ച് പറയാൻ പറ്റൂ. സിനിമ എന്നുള്ളൊരു കാര്യം ഒരു ആവിഷ്കാരം മാത്രമാണ്. ഓരോരുത്തരുടെ തലച്ചോറിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതിനകത്ത് സിംബോളിക്കായിട്ട് ഇപ്പം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആശയത്തിനെ എതിർക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് വിമർശിക്കാം. എന്തുകൊണ്ട് വിമർശിച്ചുകൂടാ? ഗോദ്ര കലാപമായിരുന്നു ആയിക്കോട്ടെ, ഗുജറാത്ത് കലാപം ആയിക്കോട്ടെ, ഇനി ഇസ്രത്ത് ജഹാൻ കൂട്ടക്കൊല ആയിക്കോട്ടെ, എന്തും തന്നെ ആയിക്കൊണ്ട് പോട്ടെ, വംശീയ ലഹളകളായിക്കോട്ടെ, പറട്ടെ. അമേരിക്കയിൽ നടന്ന ഫ്ലോയിഡിന്റെ കൊലപാതകം, അതുപോലെ തന്നെ പല രാജ്യങ്ങളുടെ പല ഭാഗങ്ങളിൽ നടക്കുന്ന വംശവെറിയുടെ കൊലപാതകങ്ങൾ, ഇറാഖിലും ഇറാനിലും മറ്റുള്ള സ്ഥലങ്ങളിലും പാലസ്തീനിലും ഇസ്രായേലിലും നടക്കുന്ന അധിനിവേശത്തിന്റെ കൊലപാതകങ്ങൾ, കൂട്ടക്കുരുതികൾ ഒക്കെ, ഹിരോഷിമയിലും നാഗസാകിയിലും നടന്നിട്ടുള്ള അധിനിവേശങ്ങൾ, ഇങ്ങനെ അടക്കം മനുഷ്യനെ കൊന്നു തള്ളുന്നതിന്റെ എല്ലാത്തിന്റെ പുറകിന്റെ കാമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മതത്തിന്റെ പ്രസൻസ് ഉണ്ട്. ആ മതത്തിന്റെ പ്രസൻസ് ദൈവത്തിൻ്റെതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കുറച്ചുകൂടെ ആഴത്തിലേക്കുള്ള വേരുകളിലേക്ക് പൊക്കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെ പുറകിൽ കളിക്കുന്ന കളികളൊക്കെ സത്യം പറഞ്ഞ ചിലരുടെ സ്വജനപക്ഷപാതവും അവരുടെ സ്വേച്ഛാധിപത്യവും അവരുടെ സ്വന്തം താല്പര്യങ്ങളും മാത്രമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത്രത്തോളം നോളജിലേക്ക് പോകാതിരിക്കുന്നിടത്തോളം കാലം മാത്രം ഈ പുറമേയുള്ള കണ്ണാടിയിൽ കാണുന്നതെല്ലാം ഇതാണ് സത്യമെന്ന് മറ്റുള്ളവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. അത് കാലഘട്ടം, ചരിത്രം അത് മാറ്റും, നിങ്ങളെ തിരുത്തും. അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് വേറെ അതിനെക്കുറിച്ചൊന്നും പറയാനൊന്നുമില്ല. ഇനി അഖിൽ മാരാറുടെ പോസ്റ്റ് വന്നിട്ടുണ്ട് 3 മണിക്കൂർ മുമ്പ്. സിനിമ ഇറങ്ങും മുമ്പ് വലിയ ഹൈപ്പ് സൃഷ്ടിച്ചുകൊണ്ട് ഉണ്ടായ ടിക്കറ്റ് ബുക്കിങ്ങിൽ എന്തായാലും കേരളത്തിൽ എല്ലാ ലാലേട്ട ഫാൻസും ടിക്കറ്റ് എടുത്തു. എടുത്ത ലാലേട്ട ഫാൻസിൽ വലിയൊരു വിഭാഗം സംഘ അനുകൂലികൾ ഉണ്ടെന്നതും സത്യം. മമ്മൂക്ക ഫാൻസ് സത്യത്തിൽ അവരും ലാലേട്ടന്റെ സിനിമ നല്ലതാണെങ്കിൽ ആസ്വദിക്കും. എന്നാൽ ഈ സിനിമ വിജയിച്ചാൽ കേരളത്തിൽ ആദ്യം കുരുപൊട്ടുന്നത് മീഡിയ മുക്കാലനും സുഡാപ്പികൾക്കുമായിരിക്കും. കഴിഞ്ഞ കുറേ നാളുകളായി മോഹൻലാൽ എന്ന നടനെ തകർക്കാൻ നോക്കിയിരിക്കുന്ന ഈ 2 കൂട്ടർക്കും എമ്പുരാന്റെ വിജയം ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രീ ബുക്കിങ്ങിൽ അവർ വളരെ അസ്വസ്ഥരാണ്. അവിടെയാണ് പൃഥ്വിരാജിന്റെ ബുദ്ധി. ടിക്കറ്റ് എടുത്ത സംഘികളെല്ലാം എന്തായാലും പടം കാണും. സിനിമയിൽ ഗുജറാത്ത് കലാപം കാണിക്കുന്നു, അതുകൊണ്ട് സംഘികൾ ഈ സിനിമയെ എതിർക്കുന്നു എന്ന മാർക്കറ്റിംഗ് തന്ത്രം ഇന്നലെ മുതൽ സൃഷ്ടിക്കുന്നു. സംഘികൾക്ക് സിനിമയ്ക്ക് എതിരാകുന്നു. സിനിമ ഇല്ലാത്ത ഭാഗം പുറത്തുവിട്ട് ഇന്ത്യ ആരുടെയും തന്തയുടെ വകയല്ല എന്ന ഡയലോഗ് വെച്ച് ജനഗണമന വിജയിപ്പിച്ചതും ഇതേ സംഘവിരുദ്ധ മാർക്കറ്റിംഗ് തന്ത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ 2ാം ആഴ്ചയിൽ മുതൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും തെലുങ്കിലെയും മതേതരവാദികളുടെ ബി ജെ പി വിരുദ്ധരുടെയും വക ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കും. ചുരുക്കത്തിൽ മോഹൻലാലിനെ ഉപയോഗിച്ച് ആദ്യ ആഴ്ചയിൽ സംഘികളെ പറ്റിച്ചും 2ാം ആഴ്ചയിൽ മുതൽ സംഘവിരുദ്ധരെ പറ്റിച്ച് മുഖ്യ പണവും ലാഭവും കൊയ്യാൻ പൃഥ്വിരാജിന് അറിയാം. ഇനി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഈ സിനിമ സംഘവിരുദ്ധ രാഷ്ട്രീയമാണോ മുന്നോട്ട് വയ്ക്കുന്നത്, അതോ BJPക്ക് കൂടുതൽ വോട്ടുകൾ എത്തിക്കാനുള്ള രാഷ്ട്രീയമാണോ? നരാധമൻ വിളികൾക്ക് ശേഷം തുടർച്ചയായി 3 തവണ മുഖ്യമന്ത്രി, 3 തവണ പ്രധാനമന്ത്രിയായ മോദിക്കും BJPക്കും ഇപ്പോഴൊക്കെ കലാപം ജനങ്ങളെ ഓർമ്മിപ്പിച്ചോ അപ്പോഴൊക്കെ നേട്ടം മാത്രം. അവരുടെ ജയത്തിന് ഏറ്റവും കാരണമായതും ഈ വർഗീയവാദികൾ എന്ന എതിരാളികളുടെ വിളികളാണ്. അതായത് ഗുജറാത്ത് കലാപം ആരംഭിച്ചത് അയോധ്യയിൽ സന്ദർശനത്തിന് എത്തി മടങ്ങിയ കർസേവകരെ ട്രെയിൻ തീവച്ച് കൊന്ന ശേഷം ആണെന്ന് ഇന്ത്യയിലെ എല്ലാവർക്കും അറിയാം. ഇന്ദിരാഗാന്ധി വധത്തിന് ശേഷം സിഖുകാരെ കൂട്ടക്കൊല ചെയ്തത് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇന്ദിരാഗാന്ധി വധം കാണിക്കാതെ സിഖുകാരെ കൊന്നൊടുക്കുന്ന കോൺഗ്രസ്സുകാർ എന്ന് ഒരു സിനിമയിൽ കാണിച്ച ഇന്ത്യയുടെ ജനങ്ങൾ പറയും ഇത് മര്യാദ അല്ലല്ലോ, അവർ കള്ളം പറഞ്ഞതാണല്ലോ എന്ന്. സ്വാഭാവികമായിട്ട് കോൺഗ്രസിന്റെ തെറ്റുകൾ അവർ ന്യായീകരിക്കും. അവിടെയാണ് എമ്പുരാനിൽ കാണിക്കുന്ന ഗുജറാത്ത് കലാപം കാണുന്ന പ്രേക്ഷകർ തോന്നുക. സ്വാഭാവികമായും അവർ ട്രെയിനിൽ തീവച്ച കാര്യം ചർച്ച ചെയ്യും. നിഷ്പക്ഷ ഹിന്ദുക്കൾ ഇന്നലകളിൽ കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് പോയത് ഈ ഒരു ഭാഗം ചേർന്ന് കൊണ്ടുള്ള പ്രചാരം കൊണ്ടാണ്. അതുകൊണ്ട് എമ്പുരാൻ നിലവിൽ സംഘവിരുദ്ധമാണ് എന്ന് തോന്നുന്നെങ്കിൽ ആത്യന്തികമായി BJPക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ കാരണമാകുന്ന ഒരു സിനിമയായി ഭവിക്കും.
ഇത്രയും എഴുതിയ സ്ഥിതിക്ക് ഞാനൊരു സംഖ്യയാകും. എനിക്ക് എൻ്റെ മനസാക്ഷി തോന്നുന്ന സത്യം മാത്രം എഴുതാൻ അറിയൂ. ജയിക്കാനുള്ള ഫോർമുല പഠിക്കുന്നതിന് മുൻപ് എതിരാളി എങ്ങനെ ജയിക്കുന്നു എന്ന് പഠിക്കണം. നമ്മളായിട്ട് എതിരാളിയെ ജയിപ്പിക്കരുത്. ഞാൻ എഴുതിയ തലച്ചോറ് ഉപയോഗിക്കുന്നവർക്ക് മനസ്സിലാവുന്നൊക്കെ പുള്ളിക്കാരൻ എഴുതുന്നു. കിടക്കുന്നു ഓരോരോ സ്ഥലങ്ങളിൽ നിന്നും അതിനകത്ത് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ഇതിനകത്ത് പോസ്റ്റുകളുടെ താഴെ കമൻറ്റുകളും ഇടാ രാജപ്പ ഗോദ്രയിൽ ഓടിക്കൊണ്ടിരുന്ന ഓക്കെ ഈ ട്രെയിൻ കത്തിയപ്പോൾ അതിനകത്ത് നിന്നുള്ള സംഭവം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരുന്നു. എനിവേ ഇതാണ് നിലവിലുള്ളൊരവസ്ഥ. ഇതിനകത്ത് നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇതെല്ലാം കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? ആ മനുഷ്യൻ ദയവ് ചെയ്ത് ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് വന്നു പോകുന്നൊരു വീഡിയോ ഞാൻ ഈ ഒരു എമ്പുരാനിലൂടെ കാണുന്നത്. സത്യം പറഞ്ഞാൽ എമ്പുരാനിലെ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ മുരളി ഗോപിയാണ്. മുരളി ഗോപി ശരിക്കും പറഞ്ഞാൽ ഒരു അസാമാന്യ കഴിവുള്ളൊരു പ്രതിഭയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഇപ്പം പൃഥ്വിരാജ് എന്നുള്ളൊരു സംഭവം ഒരു മേക്കറാണ്. അതായത് പുള്ളിക്കാരൻ ആ ക്രാഫ്റ്റിനെ ഡയറക്റ്റ് ചെയ്യുന്നുള്ളത് മാത്രമാണ്. ആ സ്ക്രിപ്റ്റിനകത്ത് വന്ന സാധനം മാത്രമല്ല ഒരു ഡയറക്ടറിന് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സോ ഇതിൻ്റെ ആത്യന്തികമായിട്ട് ഇതിൻ്റെ ഒരു പില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പില്ലർ എന്ന് പറഞ്ഞാൽ മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റാണ്. മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റ് ഇതിന് മുമ്പ് ഏറ്റവും കൂടുതൽ ഉയർന്നത് ഇടതുപക്ഷത്തിനെതിരെയായിരുന്നു. അതിനുശേഷം ഇപ്പം ദേശീയ പൊളിറ്റിക്സ് നാഷണൽ പൊളിറ്റിക്സിലേക്ക് വന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു BJP-യിലേക്കൊക്കെ വരുന്നു. അതിൻ്റെ ചിലപ്പോൾ രാഷ്ട്രീയത്തിനെ കുറിച്ച് പുള്ളിക്കാരനെ അത്രയും കാണിക്കാൻ താല്പര്യമുള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ BJP ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ മറ്റു വശം, അതായത് ട്രെയിൻ എത്തിവെച്ച കാര്യങ്ങളോട് കാണിച്ചുകൂടെ എന്നുള്ള ചോദ്യവും ന്യായമായിരിക്കാം. അതിനാണ് തുടക്കത്തിൽ വായിച്ച ഒരാളുടെ പോസ്റ്റിൻ്റെ അകത്ത് പറയുന്നത്. ചിലപ്പോൾ അടുത്ത് L3 വരുന്ന സമയത്ത് നമ്മുടെ ഖുറേഷി ഇബ്രാഹിമിൻ്റെ ഒരു തുടക്കം അത് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ അതുപോലെ ചിലപ്പോൾ അത് നറേഷൻ കംപ്ലീഷൻ ആവാത്തൊരു മൂവിയാണ്. ഇനിയും തേർഡ് പാർട്ടൂടെ ഉണ്ട്. അത് കംപ്ലീറ്റ് ആവാൻ നമുക്കൊന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. നിലവിൽ ഈ ഒരു കാര്യം ശരിക്കും പ്രചണ്ഡമായിട്ട് ഇതിൻ്റെ മതപരമായിട്ടുള്ള സ്പർദ്ധ വളർത്തുന്ന രീതിയിലേക്കുള്ളൊരു കാര്യം മാറുമ്പോൾ അങ്ങനെ മാറുന്നത് ശരിക്കും നമ്മുടെ നാട്ടിൻ്റെ ഒരു കാലാവസ്ഥയ്ക്ക് അത് അനുയോജ്യമാണോ എന്നുള്ള കാര്യം ചിന്തിക്കണം. വളർന്നു വരുന്ന സമൂഹത്തിൻ്റെ തലമുറയ്ക്കൊക്കെ അത് ദോഷമായിട്ട് മാറാൻ ഒരു സിനിമ എന്നുള്ള രീതിയിലൂടെ നമ്മൾ തമ്മിൽ തല്ലുന്ന ഒരു അവസ്ഥ ഈ നാട്ടിൽ ഉണ്ടാവാതിരിക്കണം. ഇത് മാത്രമാണ്. വിമർശനങ്ങളൊക്കെ തീർച്ചയായിട്ടും വേണം. അത് ഇടതുപക്ഷമായിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ഇതര രാഷ്ട്രീയ പാർട്ടികളായിക്കോട്ടെ, തീർച്ചയായിട്ടും അവരവരുടെ വിമർശനങ്ങൾ മുന്നോട്ട് വയ്ക്കട്ടെ. പക്ഷെ അതൊരിക്കലും വെറുപ്പായിട്ട് മാറരുത് എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ഉൾപ്പെടുത്താൻ അല്ലെങ്കിൽ സംസാരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണുന്നത് ഗൈസ്. ബൈ.